അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റ് നിയമന ശുപാർശകൾ ഒന്നിനൊന്ന് കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓരോന്നും കമ്പനി കോർപ്പറേഷന്റെ വിവിധ സ്ഥാപനങ്ങളിലെ നിയമന ശുപാർശയെ സംബന്ധിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം. നിലവിലെ റാങ്ക് പട്ടികയിൽ 2027 മാർച്ച് 12 വരെയാണ് റാങ്ക് പട്ടികയുടെ കാലാവധി എന്ന് പറയുന്നത്. ഈ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് എത്ര നിയമന ശുപാർശകൾ നടക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പൊതുവെ നിയമന ശുപാർശകളൊക്കെ തന്നെ നടന്നതിൽ കഴിഞ്ഞ പട്ടികയിൽ നടന്ന നിയമന ശുപാർശയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിയമന ശുപാർശ വളരെ കുറവാണ് എന്ന് വേണം പറയാൻ. മുഖ്യ പട്ടികയിൽ 3763 പേരും സംവരണ ഉപപട്ടികയിൽ 3836 ഭിന്നശേഷി പട്ടികയിൽ 110 എന്നിങ്ങനെയാണ് മൊത്തത്തിലുള്ള കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ റാങ്ക് പട്ടികയിലുള്ള ലിസ്റ്റിലുള്ളവരുടെ എണ്ണം വരുന്നത്. ഇതിൽ 5500ഓളം പേർ ഇനിയും നിയമനം കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലെ അസിസ്റ്റന്റ് റാങ്ക് പട്ടികയിൽ നിന്ന് 111 പേർക്ക് കൂടി നിയമന ശുപാർശ അയച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതോടെ 2 വർഷം പൂർത്തിയായ റാങ്ക് പട്ടികയിൽ ആകെ നിയമന ശുപാർശ 2213 ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ 111 നിയമന ശുപാർശ കൂടി ഈ 107 KSFE-യിലേക്കാണ് എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നിയമന ശുപാർശ ഓരോന്നും സ്ഥാപനം തിരിച്ച് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഓരോന്നും സ്ഥാപനം തിരിച്ച് നോക്കാം. KSFE-യിൽ ഇപ്പോൾ നിലവിൽ 1445 നിയമന ശുപാർശയാണ് നടന്നിട്ടുള്ളത്. പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ളത്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 2918 ആണ് കഴിഞ്ഞ പട്ടികയിലെ KSFE-യിലെ നിയമന ശുപാർശ നടന്നത്. അതുപോലെ തന്നെ KSEB എടുത്താൽ ഇപ്പോഴത്തെ നിയമന ശുപാർശ 502 ആണ്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ എടുത്താൽ 397 നിയമന ശുപാർശയാണ് കഴിഞ്ഞ പട്ടികയിൽ ഉണ്ടായിരുന്നത്. വാട്ടർ അതോറിറ്റിയിലെ 93 ആണ് ഇപ്പോഴത്തെ നിയമന ശുപാർശ. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 290 ആണ്. അതുപോലെ തന്നെ സപ്ലൈകോ എടുത്താൽ 79 ആണ് ഇപ്പോഴത്തെ നിയമന ശുപാർശ. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 0 ആണ്. അതുപോലെ തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡ് എടുത്താൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൽ ഇപ്പോഴത്തെ നിയമന ശുപാർശ 17 ആണ്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 83 ആണ്. KLD ബോർഡ് അതിൽ ഇപ്പോഴത്തെ നിയമന ശുപാർശ 30 ആണ്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 33 ആണ്. അതുപോലെ തന്നെ പട്ടികജാതി വികസന കോർപ്പറേഷൻ അവിടെ ഇപ്പോഴത്തെ നിയമന ശുപാർശ 18 ആണ്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 28 ആണ്. അതുപോലെ തന്നെ കെൽട്രോണിൽ ഇപ്പോഴത്തെ നിയമന ശുപാർശ 9 ആണ്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 34 ആണ്. കെൽട്രോൺ കമ്പോണന്റ് കോംപ്ലക്സ് കണ്ണൂർ അതിന്റെ ഇപ്പോഴത്തെ നിയമന ശുപാർശ 14 ആണ്. കഴിഞ്ഞ പട്ടികയിൽ നിയമന ശുപാർശ 10 ആണ്. ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇപ്പോഴത്തെ നിയമന ശുപാർശ 6 ആണ്. കഴിഞ്ഞ പട്ടികയിലെ നിയമന ശുപാർശ 17 ആണ്. ഇതാണ് അഡ്വൈസ് ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. റാങ്ക് പട്ടികയുടെ കാലാവധി 2 വർഷം പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നിയമനങ്ങൾ കുറവാണ് എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളും ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിച്ച് പറയാറുണ്ട്. സാറേ, നമുക്ക് അതിനു വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന്. ഇനിയെങ്കിലും നിങ്ങൾ കൂട്ടായ ഒരു പ്രവർത്തനം നിങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് ഇനി കൂടുതൽ നിയമനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. കാരണം 2027 മാർച്ച് 12 വരെയാണ് ഇതിൻ്റെ കാലാവധി ഉള്ളത്. അപ്പോൾ ഈ കാലാവധിക്കുള്ളിൽ പരമാവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നിയമനങ്ങൾ കൂടുതൽ നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ തോറ്റു പിന്മാറിയാൽ
നമ്മൾക്ക് പിന്നീട് അവസരം വരുമ്പോഴും നമുക്കത് ലഭ്യമാകാതെ വരും. അതുകൊണ്ട് തോൽവി എന്നുള്ളത് നമ്മുടെ ഒരു അജണ്ടയിൽ വരുന്ന കാര്യമല്ല. നമ്മൾ വിജയിച്ച് മുന്നേറാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ളവരാണ് എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ മുന്നേറാൻ വേണ്ടിയിട്ട് ഓരോ ഉദ്യോഗാർത്ഥികളും പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ JKR അക്കാഡമി വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് വിളിച്ചു ചോദിക്കാം. നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്ന പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഇനിയും നിയമനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിക്കണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു തട്ടെ. നന്ദി, നമസ്കാരം.